അടിപ്പാത വേണമെന്ന ആവശ്യവുമായി കൊല്ലം ഇത്തിക്കരയിൽ നാട്ടുകാർ നടത്തിവന്ന സമരം വിജയിച്ചു. ദേശീയപാതയ്ക്ക് കുറുകെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചു. ഒരു വർഷത്തോളം നീണ്ട സത്യഗ്രഹ സമരമാണ് വിജയം കണ്ടത്. കൊല്ലത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇത്തിക്കരയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ പ്രതിഷേധമൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇത്തിക്കര പാലത്തിന് സമീപത്ത് ഒരു വശത്തായി ഏകദേശം 300-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവിടേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ഒരു അടിപ്പാത വേണമെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. വലിയ പ്രതിഷേധങ്ങൾ, അനിശ്ചിതകാല സത്യാഗ്രഹം ഉൾപ്പെടെയുള്ളവ ആരംഭിച്ചതിന് പിന്നാലെ ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെ ഇടപെട്ട് ജനപ്രതിനിധികൾ ഇടപെട്ടുകൊണ്ട് അതിലൊരു മാറ്റം വരുത്തിയപ്പോൾ ഇതാ ഈ അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ്. മീഡിയ വൺ നേരത്തെ ഇത് കൃത്യമായി നാട്ടുകാരുടെ ബുദ്ധിമുട്ട് സംബന്ധിച്ച് ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വലിയൊരു ആവശ്യം ഇപ്പോൾ നിറവേറിയിരിക്കുകയാണ്. ഈ ജനങ്ങൾ, ഈ നാട്ടിലെ ഇത്തിക്കരയുടെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും വലിയ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഫീലിലാണ് ഞങ്ങൾ. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ സമര മുഖത്താണ് ഇവിടുത്തെ ജനങ്ങൾ. ഈ സമരമൊക്കെ നടത്തി അപ്പോൾ ഒരു വിജയം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? അതേ വിജയിക്കും വരെ സമരം നടത്താൻ? തീർച്ചയായിട്ടും ഞങ്ങൾ പൂർണ്ണമായിട്ട് വിജയം കൈവരിക്കുമെന്ന് പൂർണ്ണമായ പിന്നെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു മാസം നീണ്ടുന്ന സമരം ഞങ്ങൾ ചെയ്തത്. എല്ലാ രാഷ്ട്രീയ സർക്കാരും ഒരു വികസനത്തിന് വേണ്ടിയും സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് എല്ലായിടത്തും നിലകൊള്ളുന്നത്. നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് വഴിയടഞ്ഞു പോകണം. ഒരു 7 വീടോളം വെളിയിലേക്കുള്ള വഴി വരെ മുടങ്ങിപ്പോണ രീതിയിലാണ് ഇത് ചെയ്തു പോകണം. അത് ജനങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ എന്തും നേടിയെടുക്കാൻ കഴിയുന്നതിന്റെ തെളിവല്ലേ ഇത്? തീർച്ചയായും നമ്മൾ ഇത്തരത്തിൽ സമരം ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യഘട്ട ഒരു സമരം നമ്മൾ ആരംഭിച്ചു. ആ സമരം ആരംഭിച്ച് അതിനുശേഷം രണ്ടാമത് നടത്തിയ സമരം, ഈ 2 സമരവും നമ്മൾ അധികാരം മുമ്പിൽ ശ്രദ്ധ കൊണ്ടുവരികയും ഈ പ്രദേശവാസികൾ രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ചിന്തകൾക്ക് അതീതമായി അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാം ഒറ്റക്കെട്ട്